വന്നിട്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ മാർഗമായതുകൊണ്ട് ആ മാർഗമായ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ആളുകൾക്ക് വേണ്ടി അവരെ ചേർക്കാൻ യേശു വീണ്ടും രണ്ടാമത് വരും. ഹല്ലേലൂയ പറയാൻ എന്ന് പറഞ്ഞു കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇത്രയും കാശ് മുടക്കിയൊക്കെ ഇവിടെ യോഗം വെക്കുമ്പോൾ ആളുകളുടെ ധാരണ അമേരിക്കയിൽ ഇഷ്ടംപോലെ കാശ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ യോഗം നടത്തുന്നതൊക്കെ എന്ന ആളുകളെ തെറ്റിദ്ധാരണ. നമ്മളെ കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട, നമ്മൾ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെ കുറിച്ച് പറയുന്നത് എന്താ? പാൽപ്പൊടി കൊടുത്തൊക്കെയാണ് നമ്മൾ മതം മാറ്റുന്നതൊക്കെയാണ് ആളുകൾ പറഞ്ഞു പിടിപ്പിക്കുന്നത്. എന്തൊക്കെയാണെന്നറിയാമോ നമ്മളെ കുറിച്ച് പറയുന്നതെന്നറിയാമോ? പക്ഷേ യേശുവിനെ അറിഞ്ഞ നമുക്കറിയാം, ഒരാളുടെയും പണം കൊണ്ടല്ല നമ്മൾ കർത്താവിനെ അറിയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ വല്ലാത്ത വേദനയുടെ നടുവിൽ യേശു എന്ന ഒരാളെ കണ്ടുമുട്ടിയത് മഹാഭാഗ്യമെന്നായിരുന്നു എന്ന് പറയുന്നത് അതരങ്ങൾ തുറന്ന് ശക്തിയോടെ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പൊ നോക്കി, ഇന്ന് രാത്രി ഞാൻ മരണത്തെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ഒക്കെയാണ് ഞാൻ ഇന്നലെ രാത്രി കഥാവി ദാസനോട് പറഞ്ഞു, ഞാൻ മിക്കവാറും നിത്യതയെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. കാരണം എനിക്ക് അറിയത്തില്ല, ഇപ്പൊ വിടുതൽ, ഇപ്പൊ സൗഖ്യം ഒന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. സൗഖ്യമില്ലെന്നല്ല ഞാൻ പറയുന്നത്, വിടുതലില്ലെന്നല്ല ഞാൻ പറയുന്നത്. കർത്താവ് സൗഖ്യമാക്കുന്നവനാണ്, അവിടുന്ന് വിടുവിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ സാക്ഷ്യം കൂടെ ഇടയ്ക്കൊക്കെ പറഞ്ഞു പോകാം. ഈ അടുത്തതായി നടന്ന 2 വിടുതലുകൾ എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വിടുതലുകൾ. ഒന്ന്, ജനുവരി മാസം 23-ാം തീയതി സാമോനെ ഞാനും കൂടെ തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്ത് ചർച്ചക്കൂടിന്റെ കൺവെൻഷനിൽ പോയിട്ട് തിരിച്ചു വന്ന് രാത്രി 2 മണിയായി. 2 മണിക്ക് തിരിച്ചു വരുമ്പോ രാത്രി വീട്ടിൽ വന്നു. അദ്ദേഹം തന്റെ ഭവനത്തിലേക്ക് മടങ്ങി. വീട്ടിൽ കയറിയപ്പോ തൊട്ട് കലശലായ നെഞ്ചുവേദന. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ശരീരം വല്ലാതെ വേദനിക്കുന്നു. അത് വെളുപ്പിന് എൻ്റെ മകനെ ഡൽഹിയിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ അവനോട് നെഞ്ചുവേദനയാണ് പറഞ്ഞ അവന്റെ യാത്ര ക്യാൻസൽ ചെയ്തു. അവനെ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. ചെന്നപ്പോ ഭയങ്കര വേരിയേഷൻ എനിക്കുണ്ട്. ECG എന്ന് പറയും. ഡോക്ടർ എന്നോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഒരു നല്ല കാർഡിയോളജിസ്റ്റിനെ കാണും. ഞാൻ ആശുപത്രിയിൽ സമയം ചെലവഴിച്ചിട്ട് എനിക്ക് അന്ന് വൈകുന്നേരത്താണ് ജോസ്റ്റി തേവലക്കരയുടെ ചർച്ചിൽ റാന്നിയിൽ കൺവെൻഷൻ പ്രസംഗിക്കേണ്ടത്. ഞാൻ അവിടെ കടന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു, കർത്താവേ, ഞാൻ ആശുപത്രിയിലേക്ക് പോയാൽ എന്നെ എവിടോട്ടാ കയറ്റുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ അനങ്ങിയില്ല. ഞാൻ വീട്ടിൽ വന്ന് ശാന്തമായി വിശ്രമിക്കുകയാണ്. നല്ല വേദനയും എൻ്റെ നെഞ്ചിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടുത്ത ദിവസങ്ങളിലെല്ലാം സുവിശേഷ യോഗമാണ്. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്നത്, ഞങ്ങളുടെ ജനറൽ കൺവെൻഷൻ ആ ആഴ്ചയിലാണ്. വല്ലപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ് ജനറൽ കൺവെൻഷൻ പ്രസംഗിക്കുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. എന്തായിരുന്നാലും ആ വർഷം അമേരിക്കയിൽ നിന്ന് ആരും
പ്രസംഗിക്കാൻ കയറാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടില്ല. ഭാഗ്യം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോ ആ കൺവെൻഷൻ എനിക്ക് പ്രസംഗിക്കണമെന്ന് എനിക്ക് നിർബന്ധം. എന്റെ ശരീരത്തിൽ നല്ല അസ്വസ്ഥതയോടെയാണ് ആ ദിവസങ്ങളിൽ കഴിയുന്നത്. പക്ഷെ ആ കൺവെൻഷനിൽ ബുധനാഴ്ച രാത്രി പാസ്റ്റർ ബാബു ചെറിയൻ, IPCയിലെ ബാബു ചെറിയനാണ് പ്രസംഗിച്ചത്. ശക്തമായ ഒരു ആത്മപകർച്ച വന്നു. ഞാൻ സ്റ്റേജിൽ ഇറങ്ങി വന്ന് മറന്ന് ദൈവത്തെ ആരാധിച്ചു. ഞാൻ ആരെയും ശ്രദ്ധിച്ചില്ല, ഒരു മനുഷ്യരെയും ശ്രദ്ധിച്ചില്ല. ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ശക്തമായി ദൈവത്തെ, അതൊരു 10:30 വരെ ആരാധന നീണ്ടു. ഹല്ലേലൂയ. അന്ന് രാത്രി എനിക്ക് മനസ്സിലായി എന്റെ നെഞ്ചിനകത്തുണ്ടായിരുന്ന അസ്വസ്ഥത മാറി. ഹല്ലേലൂയ. അവിടെ നിന്ന് എന്തായാലും ഡോക്ടറെ കാണാൻ പോകുന്നത് ഞായറാഴ്ച കഴിഞ്ഞേ പോകുന്നത് തീരുമാനിച്ചു. എനിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായ അബ്ദുൽ സലാം എന്ന് പറയുന്ന മെഡിക്കൽ സൂപ്രണ്ട്, അദ്ദേഹമാണ് അവിടുത്തെ കാർഡിയോളജിസ്റ്റ്. ചൊവ്വാഴ്ച രാവിലെ അദ്ദേഹത്തെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പോൾ എന്നെ അനുജൻ വിളിച്ചിട്ട് പറഞ്ഞു, വീണ്ടും ഒരു ECG എടുക്കണം കേട്ടോ, രാവിലെ ഡോക്ടറെ കാണാൻ പോവുക. ഞാൻ തിങ്കളാഴ്ച വൈകിട്ട് വീണ്ടും ഒരു ECG എടുത്തു. എനിക്കിത് നോക്കിയാൽ അറിയില്ലല്ലോ. ഞാൻ രാവിലെ ഡോക്ടറുമായി ചെന്നു. ആദ്യത്തെ ECG കണ്ടപ്പോൾ അയാൾ പറയാ, ഇയാൾക്ക് അറ്റാക്കാ വന്നത്. രണ്ടാമത്തെ ECG കണ്ടപ്പോൾ അയാൾ പറയാ, ഇയാൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അസൂയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. അന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. കർത്താവ് ഇന്ന് വരെ ബലത്തോടെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഇതൊരു സാധാരണ യോഗമല്ല, ഇത് ഞാൻ വന്നത് കൊണ്ട് അസാധാരണമായ യോഗമല്ല. ഇതിനകത്ത് വരേണ്ടവനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവന്റെ പേരാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഇവിടെ ഉള്ളത് കൊണ്ട് അവനെ ആരാധിക്കുന്ന, അവനെ സ്തുതിക്കുന്ന ഏത് വ്യക്തിക്കും ഇന്ന് രാത്രി വിടുതലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അതരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇതിന്റെ മധ്യേ നിങ്ങൾ ദൈവത്തെ ശക്തമായി ആരാധിക്കണം. ആരാധിച്ചുകൊണ്ടുള്ള വിടുതൽ പ്രാപിച്ചതുകൊണ്ട് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ വിടുതൽ എന്ന് പറയുന്നത് എന്റെ കാല് വർഷങ്ങൾക്ക് മുമ്പ് ഡിസ്ലൊക്കേറ്റ് ചെയ്ത കാലം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോൾ എന്റെ കാല് ഇടയ്ക്കിടയ്ക്ക് തെന്നിപ്പോയി. ഈ അടുത്തിടയില് ഞാനൊരു പരസ്യയോഗം കഴിഞ്ഞു. സാമൂഹ്യ പാസ്റ്റർ ആ യോഗത്തെ പ്രസംഗിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ എങ്ങനെ പരസ്യയോഗം കഴിഞ്ഞു. സാധാരണ സാമൂഹ്യ പാസ്റ്റർ സഭയിലെ ആളുകളൊക്കെ വന്ന് എന്നെ സഹായിക്കും. അന്ന് ഞാൻ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ വണ്ടി കൊണ്ടുവന്നു, ബോക്സ് എടുത്ത് താഴോട്ട് വെക്കുന്നിടയിൽ വീണ്ടും ഈ കാല് തിരിഞ്ഞു. ദൈവത്തിന് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. പാസ്റ്റർ സാമൂഹ്യ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹം എന്നോട് പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു. MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ കാലിൽ ഈ മുട്ടിനിടയിലുള്ള ഒരു ബുഷ്, റബ്ബർ ബുഷ് പോലിരിക്കുന്ന 2 എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു റബ്ബർ ബുഷ് പോലെ സാധനം തമ്പുരാൻ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. MRI സ്കാൻ കഴിഞ്ഞാൽ ഡോക്ടർ നോക്കിയിട്ട് പറയാ, നിങ്ങളുടെ കാലിലെ ആ റബ്ബർ ബുഷ് പോലുള്ള സാധനം അത് കീറിയിരിക്കുകയാണ്, 2ആയിട്ട് കീറിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ 3 സ്റ്റിച്ചിടണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത്രയും ചെയ്തു തരുന്നതിന് 1,00,000 രൂപ വേണം. ഞാൻ ഉള്ളിൽ ചിരിച്ചു, കർത്താവിന് സ്തോത്രം ചെയ്തു. ചില ദിവസങ്ങളിൽ എനിക്ക് നടക്കാൻ പറ്റിയില്ല. പക്ഷെ കാഞ്ഞിരംകുളത്ത് നടക്കുന്ന അസംബ്ലി ബോർഡിന്റെ മിഷൻ കൺവെൻഷൻ രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലുകൾ ഉയർത്തി ദൈവത്തെ അറിയാതെ ഉയർത്തി കാലുകൾ സ്തുതിക്കുവാനിടയാണ്. കാലുകൾ കൊണ്ട് ഞാൻ അറിഞ്ഞില്ല, പക്ഷെ അറിയാതെ കാൽ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചപ്പോൾ എൻ്റെ കാലുകൾക്കകത്ത് സൗഖ്യം വന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രി ഇതൊരു സാധാരണ സ്ഥലമല്ല, ഇത് ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമായതുകൊണ്ട് ഇതിനകത്ത് എത്രവർക്ക് വിശ്വാസമുണ്ട്. എന്റെ രോഗത്തിന്റെ മേൽ, എന്റെ പ്രശ്നത്തിന്റെ മേൽ കർത്താവ് സൗഖ്യമയക്കുന്ന രാത്രിയാണ്.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ളവർ അതരങ്ങൾ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അത് നിന്റെ ഹാർട്ടിന്റെ മേലാകട്ടെ, തലച്ചോറിന്റെ മേലാകട്ടെ, കുടലിനകത്തായിക്കൊള്ളട്ടെ. ഈ രാത്രി ഏത് രോഗത്തെയും സൗഖ്യമാക്കുന്ന യേശു ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ആമേൻ പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. മടങ്ങി വരാം. അതുകൊണ്ട് സൗഖ്യമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, സൗഖ്യത്തെക്കാൾ ഉപരി ഈ രാത്രി നമ്മൾ എവിടെ ചെല്ലുമെന്നുള്ളൊരു ഉറപ്പുണ്ടാകും. ഈ വേദഭാഗം വായിച്ചപ്പോൾ ഹല്ലേലൂയ വചനം ഇങ്ങനെയാ പറഞ്ഞു തുടങ്ങിയത്. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കു നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നോക്കി, മരണം എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമായൊരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഇപ്പോഴങ്ങ് മരിക്കത്തില്ലെന്നാണ് തോന്നുന്നത്. ഹല്ലേലൂയ. ഞാൻ അടുത്തിടെ ഒരു കൺവെൻഷനിൽ, ഞങ്ങളുടെ സെക്ഷൻ കൺവെൻഷനിൽ ഞാൻ ചോദിച്ചു, കണ്ണടച്ച് നിങ്ങൾ ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്നതൊന്നും സ്വപ്നം കാണാം? ഒറ്റ ഒന്നും കണ്ണടച്ചില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഒന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ ഈ ശവപ്പെട്ടി കിടക്കുന്നു, ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ ഇന്ന് കരയുന്നത് നമുക്കോ കാണാൻ പറ്റും. ഇപ്പോഴല്ലേ കണ്ണടച്ച് നമുക്കിത് കാണാൻ പറ്റുന്നത്. അപ്പൊ കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ മരിച്ച കഴിഞ്ഞിട്ട് നമുക്ക് അറിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ഞങ്ങളുടെ സെക്ഷനിലെ ആളുകളോട് പറഞ്ഞിട്ട് ആരും കണ്ണടച്ചില്ല. പാസ്റ്റർമാർ ഉൾപ്പെടെ കണ്ണു തുറന്നു വെച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ആളുകൾക്കും മരണത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള താല്പര്യമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം മരണത്തെ കുറിച്ച് ഭയങ്കര ഭയമാണ്, അല്ലെ? ദൈവത്തിന് സ്തോത്രം ചെയ്യും. നോക്കുക, ഈ കഴിഞ്ഞ ദിവസവും ഞാൻ മുമ്പ് ശുശ്രൂഷിച്ച സഭയിലെ തങ്കമ്മ അമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചിയെ മിനിഞ്ഞാന്ന് ഞാൻ തന്നെയാണ് അടക്കിയത്. അപ്പൊ ഈ ചിലർ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. എന്താ അവിടെ ശവപ്പെട്ടിയിലോട്ട് വന്ന് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ നടന്നു. അവിടെ ഒരു മിനിറ്റ് പോലും അവരെന്ത് ചെയ്തില്ല, അതൊന്നും ശ്രദ്ധിക്കത്ത് പോലില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒറ്റ പോക്ക. എന്റെ കാര്യം അറിയണം, ഞങ്ങൾ ഇപ്പോഴേ മരിക്കത്തില്ല, സമയമില്ല, ഞങ്ങൾ തിരക്കാണ് എന്ന് പറഞ്ഞൊരു പോക്കാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ മരണം യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ആ മരണം എന്ന യാഥാർത്ഥ്യത്തിന്റെ ലൈനിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് എന്ന് ഈ രാത്രി തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ രാത്രി മിടുക്കരായ ഒത്തിരി പേർ ഞങ്ങളെ ചുറ്റുപാട് കേൾക്കുന്നുണ്ട്. ഞാൻ അവരോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇന്ന് രാത്രി പ്രതീക്ഷിക്കാത്ത മരണം നിന്റെ ഭവനത്തിൽ വന്നു ചേർന്നാൽ, അല്ലെങ്കിൽ നിന്നിലേക്കൊന്ന് വന്നാൽ, നിന്റെ ആത്മാവ് എവിടെ ചെന്നു ചേരുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. ഇതിനകത്തന്നെ കേൾക്കുന്ന ആളുകളോട് ചോദിക്കുന്നത്, ഒരു പക്ഷേ ഈ രാത്രി മരണം നിങ്ങളെ പിടിച്ചാൽ, ഹല്ലേലൂയ, അപ്പുറത്ത് എന്റെ കർത്താവിന്റെ അരികിൽ ഞാൻ ചെല്ലുമെന്ന് ഉറപ്പ് പ്രാപിച്ചവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. സാധാരണ ഞാൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഒരുപക്ഷെ ഈ രാത്രി അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളെ മരണം വന്ന് പിടിച്ച് ദൈവം അങ്ങ് തിരികെ വിളിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിങ്ങളുടെ മുഖം എനിക്ക് കാണാത്തതിനായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. എങ്കിലും ചിലരിങ്ങനെ ചുണ്ടിങ്ങനെ പൊക്കി ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, 50-50 ആണ്. പോകാനും പോകാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഉറപ്പില്ലെങ്കിൽ പിന്നെ ആരോട് പറയാതെ? ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ആളുകൾക്കെങ്കിലും അത്യാവശ്യം ഉറപ്പുണ്ടാവണം. ഞാൻ ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചാൽ
ഞാൻ എൻ്റെ അപ്പച്ചന്റെ അടുക്ക ചെല്ലുമെന്നുള്ള, എന്റെ ദൈവത്തിന്റെ അടുക്ക ചെല്ലുമെന്നുള്ള ഉറപ്പ് ക്രൈസ്തവൻ ഉണ്ടാകണം. ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ള ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കിയേ, പണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു മഞ്ചമുണ്ട്, പത്തിച്ചറ ഓർത്തഡോക്സ് പള്ളിയുടെ ഒരു മഞ്ചം. ആ മഞ്ചത്തേലാണ് ഈ ശവം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത്. അതിനകത്ത് സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നു ഞാൻ നാളെ നീ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇന്ന് നീ ഈ മരിച്ച വ്യക്തിയെ നോക്കി പലപ്പോഴും നമ്മൾ പറയും ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ ആ പെട്ടി വിളിച്ചു പറയുകയാണ്, ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പണ്ട് ഞാൻ കേട്ട ഒരു പാട്ടുണ്ട്, കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഹല്ലേലൂയ. ഞാൻ നോക്കുമ്പോ പാടിയവനും മരിച്ചു, എഴുതിയവനും മരിച്ചു. ഹല്ലേലൂയ. ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച പുസ്തകത്തിൽ ഒരു മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ഡോക്ടറെ എനിക്ക് മരിക്കാൻ താല്പര്യമില്ല, ഞാൻ അതിന് തയ്യാറല്ല. പക്ഷേ അടുത്ത ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവൻ മരണത്തിന് കീഴടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്തീയ ഗാനത്തിന്റെ വരി ഇങ്ങനെയാണ്, എല്ലാവരും പോകണം, എല്ലാവരും പോകണം, മണ്ണാകും മണ്ണയെ വിട്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ആളുകളും എന്നെ കേൾക്കുന്ന പുറത്തു നിൽക്കുന്ന ആളുകളും ഒരു ദിവസം മരണമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കു വരുമെന്ന് ഈ രാത്രി ഒന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. നോക്കുക, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ചിലർ ചിന്തിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് മരണം വരില്ല എന്നാണ് ചിന്തിക്കുന്നത്. അല്ല സഹോദരങ്ങളെ, ഏതു നിമിഷവും നിന്റെ പുറകെ നിഴലായി നിൽക്കുന്ന യാഥാർത്ഥ്യമാണ് മരണം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി മരണം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യാശ അല്ല ക്രൈസ്തവനുള്ളത്. മരണത്തിനപ്പുറത്ത് എന്റെ കർത്താവിനോട് കൂടെ വാഴുമെന്നുള്ള, എന്റെ കർത്താവിനോട് കൂടെ ഞാൻ ആയിരിക്കും എന്നുള്ളതാണ് ക്രൈസ്തവന്റെ പ്രത്യാശ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മരണത്തെ ദൈവദാസന്മാർക്ക് ഭയമില്ല. എത്ര പേരെന്റെ കൂടെ ഉണ്ട്? എന്ന് വിളിച്ചു പറയാം, ഞാൻ നല്ലപോലെ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീ എന്തുണ്ട്? എനിക്ക് ഒരു കിരീടമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താൻ തന്നെ പറയുക, ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോകുകയാണ്. തന്റെ മുമ്പിൽ ഉള്ള തന്നെ കൊല്ലാൻ വെച്ചിരിക്കുന്ന വിധിയെ അംഗീകരിച്ചുകൊണ്ട്, ഹല്ലേലൂയ, അതിനുവേണ്ടി തന്റെ ജീവിതം സജ്ജമായിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്ത് 70 ദശലക്ഷം പേരാണ് ഹല്ലേലൂയ ക്രൈസ്തവരായി രക്തസാക്ഷികളായി മാറിയത്. 70 ദശലക്ഷം പേർ ഇന്നുവരെ രക്തസാക്ഷികളായി മാറിയിട്ടുണ്ട്. ഓരോ ഹല്ലേലൂയ 5 മിനിറ്റിലും ഓരോ ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഏകദേശം 12 പേര് ഈ ലോകത്ത് രക്തസാക്ഷികളായി മാറുകയാണ്. ചിലരെ കൊന്നത് കല്ലെറിഞ്ഞാണ് കൊന്നത്, ചിലരെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു, ചിലരെ ഈർച്ചവാൾ കൊണ്ട് അറച്ചു കൊന്നു. ഈർച്ചവാൾ എന്ന് പറഞ്ഞാല് ഒറ്റ വെട്ടിനല്ല കൊല്ലുന്നേ. ഹല്ലേലൂയ. അവിടെ ശരീരഭാഗങ്ങൾ ആ മരം മുറിക്കുന്ന വാളുപോലുള്ള പല്ലുകളുള്ള ആ വാളുകൊണ്ട് അറത്തു മാറ്റുമ്പോ ഹല്ലേലൂയ, യേശുവിനെ അവർ തള്ളിപ്പറഞ്ഞില്ല. ജടയാടുകളെയും കോലാടുകളെയും തോൽ ധരിച്ചു എന്ന് വേദപുസ്തകം പറയുമ്പോൾ പച്ച തോലിനകത്ത് പൊതിഞ്ഞ് ഹല്ലേലൂയ ചുറ്റിയിട്ട് മരുഭൂമിയിലേക്ക് വലിച്ചെറിയും. അവിടെ വീഴുന്ന ക്രൈസ്തവന്റെ അകത്ത് ജീവനോടെ വീഴുന്നവന്റെ പുറത്തു ചുറ്റിയിരിക്കുന്ന ആ തോല് അത്
അത് ചുരുങ്ങി വരുമ്പോ അകത്തിരിക്കുന്നവന്റെ അസ്ഥികൾ പൊട്ടി ഒടിഞ്ഞാണ് അവൻ മരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ അടുത്തിടെ കണ്ടു സുഡാനിൽ ഹല്ലേലൂയ വലിയ കുഴിവെട്ടി അതിനകത്ത് ക്രൈസ്തവരെ ഇറക്കി നിർത്തി JCB കൊണ്ട് അവരെ മൂടിയപ്പോൾ അതിനകത്ത് അവർ ഹല്ലേലൂയയും സ്തോത്രവും പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കുഞ്ഞുകുട്ടി ആഭാരവൃത്തം മരണത്തെ സ്വീകരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. കിഴക്കോട്ട് നോക്കി ഒരു കലിമ ചൊല്ലിയാൽ അവർക്ക് രക്ഷപ്പെടാം. പക്ഷേ ആ കുഴിക്കകത്ത് അവർ യേശുവിനെ സ്തുതിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ സമർപ്പിക്കാൻ എന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. അവിടെ പ്രത്യാശ എന്തെന്നറിയാമോ? ഹല്ലേലൂയ. നോക്കുക, ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ, ഹല്ലേലൂയ, അത് അഴിഞ്ഞു പോകുന്ന ശരീരമാണ്. അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു എന്നവർ വിളിച്ചു പറയുന്നു. ആരെയും ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട് നമ്മളെ തകർത്ത് കളയാമെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഈ രാത്രി മരണം വന്നാലും ക്രൈസ്തവന് ഭയമില്ലാത്തതിന്റെ കാരണം അവന്റെ യജമാനൻ, അവന്റെ നാഥൻ അവനോട് പറഞ്ഞു, ഞാൻ സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയ ശേഷം ഹല്ലേലൂയ ഞാൻ ഇരിക്കുന്നിടത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമെന്ന് വാക്ക് പറഞ്ഞ യേശുനാഥന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് അവന് ഭയമില്ല. വിശ്വസിക്കുന്നവർ അതരങ്ങ് തുറന്ന് ദൈവത്തെ ഒന്ന് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്, ഹല്ലേലൂയ, അതരങ്ങളെ തുറന്ന് ശക്തിയോടെ ഒന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നവർക്ക് എത്രവർ കഴിയും? ഈ രാത്രി മരണ ഭയമില്ലാതെ വേണം ഇതിനകത്തുനിന്ന് പോകുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണ ഭയത്തിനകത്ത് ഇന്ന് രാത്രി മരിച്ചാൽ ഞാൻ എവിടെ പോകുമെന്ന് അറിവില്ലാതിരിക്കുന്ന ആളുകൾ ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, അതിലെ ഭയത്തെ മാറ്റി നിനക്ക് രക്ഷ നൽകുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാ യേശുക്രിസ്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണമെന്നാൽ യാഥാർത്ഥ്യം നമ്മൾ ഒരു ദിവസം ഫേസ് ചെയ്തേ പറ്റും. ഹല്ലേലൂയ. അത് വലിയവനായാലും ചെറിയവനായാലും കറുത്തവനായാലും വെളുത്തവനായാലും മഞ്ഞ നിറമുള്ളവനായാലും മുതലാളിയായാലും തൊഴിലാളിയായാലും ഏത് മനുഷ്യൻ ഒരു ദിവസം ചെയ്യും? മരണത്തെ നേരിട്ടേ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ ഗ്രേഡ് വെച്ചിട്ടുണ്ട്. മരിച്ചവർക്ക് എന്തുണ്ട്? ഗ്രേഡ് വെച്ചിട്ടുണ്ട്. രാജാക്കന്മാരോ ചക്രവർത്തിമാരോ മരിച്ചാൽ നമ്മുടെ നാട്ടുകാർ പറയും നാട് നീങ്ങി. ആചാര്യന്മാര് മരിച്ചാൽ പറയും സമാധിയായി. തിരുമേനിമാര് മരിച്ചാൽ പറയും കാലം ചെയ്യും. രാഷ്ട്രീയ നേതാക്കന്മാർ മരിച്ചാൽ അന്തരിച്ചു. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ മരിച്ചാൽ മരിച്ചു അല്ലെങ്കിൽ നിര്യാതനായി. ദിവംഗതനായെന്ന് നമ്മളെ കുറിച്ച് പറയത്തില്ല. ഹല്ലേലൂയ. ദേശത്തെ കുറെ ദ്രോഹികളുണ്ട്, അവരെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? അവൻ ചത്തുപോയെന്നേ നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ ക്രൈസ്തവൻ ചത്തുപോയെന്നല്ല പറയുന്നത്, കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഹലോ, എന്താ പറയുന്നേ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. ക്രൈസ്തവന്റെ മരണം നിദ്രയാണ്. നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ലാസറിനെ ഉയർപ്പിക്കാൻ പോയപ്പോ പറഞ്ഞു, നമ്മുടെ ലാസർ നിദ്ര കൊള്ളുന്നു, അവനെ ഉണർത്താൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മരണം എന്നേക്കുമായി തീരുന്നതല്ല, നിദ്രയെന്നാണ് വിളിച്ചിരിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് ആരെങ്കിലും തട്ടി ഉണർത്തുമ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലെ നമ്മൾ എഴുന്നേറ്റ് വരുന്ന ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
പക്ഷേ ഇവിടത്തെ ഒരു ചോദ്യമുണ്ട്, മരിച്ചാൽ എവിടെ പോകും? വേദപുസ്തകത്തിൽ ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ ചോദിക്കുന്നു: പുരുഷൻ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെ എവിടെ? ഹല്ലേലൂയ. ആ വാക്കൊന്ന് വായിച്ചു. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ആമേൻ. പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. കുഞ്ഞുങ്ങളൊക്കെ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ നിങ്ങളുടെ പോകുന്ന നമ്മുടെ ഈ ശരീരം ദ്രവിച്ചു പോകുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇരിപ്പ് കണ്ടാൽ എങ്ങനെ തോന്നും താവോലി? ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഞാൻ 2 സ്പ്രേ അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. സ്പ്രേ അടിക്കുന്നത് വലിയ ഭാവമൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. പണ്ടത്തെ പെന്തിക്കോസുകാരൻ പൗഡർ ഇടരുത്, പിന്നെ എന്താ സ്പ്രേ അടിക്കരുത്, ഇതൊക്കെയായിരുന്നു നമ്മുടെ പഴയ പെന്തക്കോസ്ത്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. പക്ഷെ ഞാൻ ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ SABC പഠിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സഹോദരൻ എന്നെ പഠിപ്പിച്ചു, നീ പോയേ ഒരു ഡിയോഡറന്റ് സ്റ്റിക്ക് വാങ്ങാം, അന്ന് ഈ ബോഡി സ്പ്രേ കുറവാണ്. ഹല്ലേലൂയ. നമുക്ക് എന്തിനാ ഞാൻ പറയുന്നത് കേട്ടാൽ നമുക്ക് വിഷമം തോന്നുന്നു. ഞാൻ പറഞ്ഞു പറ. അപ്പൊ ഞാൻ ചെന്നപ്പോൾ എൻ്റെ കൂടെയുള്ള സഹപാഠികൾ ചില ഉച്ചയ്ക്കൊക്കെ ഞാൻ അങ്ങോട്ട് അടുത്ത് ചെല്ലുമ്പോൾ പതുക്കെ എഴുന്നേറ്റ് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ തലയിൽ ആ വെളിച്ചം കയറിയില്ല. പക്ഷെ അന്നേരം അയാൾ പറഞ്ഞു, ഇയാളുടെ വിയർപ്പിന് ഭയങ്കര ദുർഗന്ധം. ആ മനുഷ്യനാണ് എന്നെ പഠിപ്പിച്ചത് ഇച്ചിരി സ്പ്രേ ഒക്കെ അടിച്ചോളാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ഈ ശരീരത്തിൽ എത്ര സ്പ്രേ അടിച്ചാലും ഒരു ദിവസം എന്ത് ചെയ്യും? ദ്രവിച്ചു പോകും. ഇരിപ്പ് കണ്ടിട്ട് എനിക്കൊരു സങ്കടം. നിങ്ങളുടെ ശരീരം ഒന്നും ദ്രവിക്കത്തുപോലും ഇല്ലെന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ എൻ്റെ പഴയ പീഡിപ്പിക്ക് പഠിച്ച ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പം നോക്കിയപ്പോൾ ഞങ്ങളുടെ സഭ എല്ലാവരും വിളിക്കുന്ന അപ്പച്ചാന്ന് വിളിക്കുന്നത്. കേൾക്കാൻ സുഖം ഉണ്ടെങ്കിലും അകത്തൊരു വല്ലാത്ത കുത്തലുണ്ട്. ഇപ്പൊ ഞാൻ പ്രായമായല്ലോ എന്നൊരു കുത്തലുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കാലക്രമേണ നമ്മുടെ ശരീരത്തിൽ എന്ത് വരും? വ്യത്യാസം വരും. ഞാൻ അടുക്കളയിൽ വായിച്ച ഒരു പുസ്തകത്തെ ഞാൻ കണ്ടത് 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് വരും? കുഞ്ഞെ പുഴുക്കൾ വരും. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ ഈ ശരീരത്തൊക്കെ ഇത്രയും സ്പ്രേയും പൗഡറും ഒക്കെ അടിച്ച നമ്മുടെ ശരീരത്തിൽ എന്ത് വരും? പുഴുക്കൾ വരും. ഇനി ആദ്യം പോകുന്ന അവയവം എന്ന് പറഞ്ഞാൽ ഈ മൂക്കാണ്. നമ്മൾ എത്ര പ്രാവശ്യം ഈ മൂക്കെ നോക്കി, ദൈവമേ എനിക്ക് എന്തിനാ ഈ മൂക്ക് തന്നെന്ന് പലപ്പോഴും ചോദിച്ചിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മൂക്ക് ചെയ്യാന്ന് പറഞ്ഞു. മൂക്കുത്തിയൊക്കെ ഇട്ട് അണിയിക്കുന്ന ഈ മൂക്ക് എന്ത് ചെയ്യും? ചെയ്യാൻ തുടങ്ങും. അടുത്തത് 6 ദിവസം കഴിയുമ്പോ സ്ട്രൈറ്റൻ ചെയ്ത തലമുടി ഉണ്ടല്ലോ, എത്ര രൂപ മുടക്കിയ നമ്മൾ ഇതിന് ഈ പരിപാടി ചെയ്യുന്നറിയാവോ? ഇത് പൊഴിയാൻ തുടങ്ങും. 9-ാം ദിവസം ആകുമ്പോ ഈ കൈ നെയിൽ പോളിഷ് ഇട്ട മണം. ഹല്ലേലൂയ. കണ്ണു ചെയ്യും. 10-15 ദിവസം കഴിയുമ്പോൾ ഈ വയറ് പൊട്ടി കുടല് പുറത്തു വരും. ഹല്ലേലൂയ. ഏകദേശം ഒരു 10-30 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിനകത്ത് മാംസം ഇരുന്ന് പോകാൻ തുടങ്ങും. ഹല്ലേലൂയ. 1 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ ഒരാളെ അവിടെ കാണത്തില്ല. ഹല്ലേലൂയ. പക്ഷേ പ്രാധാന്യം എന്തിനാണെന്ന് അറിയാമോ? നിനക്കകത്തു നൽകിയ ഒരാത്മാവുണ്ട്. ഹല്ലേലൂയ. ആ ആത്മാവിനെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. പുറത്തെ മനുഷ്യനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഒരു കുട്ടി ഒരു മനോഹരമായ കിളിയെ പിടിച്ചു. ആ കിളിയെ പിടിച്ചിട്ട് ആ ഒരു കൊട്ടയുടെ അടിയിൽ അവനെ ആ കിളിയെ ഇട്ടു. എന്നിട്ട് രാവിലെ മുതൽ ആ കിളിക്ക് വേണ്ടി മനോഹരമായ
കൂട് പണിതു. കൂട്ടുകാരെല്ലാം വന്നു നോക്കി, എടാ നല്ല കൂടാന്ന് പറഞ്ഞ് ഒടുവിൽ പറഞ്ഞു എന്റെ കിളിക്ക് വേണ്ടിയാന്ന് പറഞ്ഞു. ഇവൻ കൈയിട്ട് കിളിയെ എടുത്ത് കൂടിനകത്തേക്ക് വെക്കാൻ നോക്കിയപ്പോൾ കൈയിൽ ഉറുമ്പ് കടിക്കുന്നു. കൊട്ട മാറ്റി നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച രാവിലെ പിടിച്ചിട്ട കിളി ചത്തുപോയി. പക്ഷെ ഇവനെ കിളിക്കാണോ പ്രാധാന്യം കൊടുത്തത്, കിളിക്കൂടിനാണോ പ്രാധാന്യം കൊടുത്തത്? ഇന്ന് മനുഷ്യ പ്രാധാന്യം കൊടുക്കുന്നത് പുറമേയുള്ള ഈ കിളിക്കൂടിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, കുഞ്ഞേ, നിന്റെ അകത്ത് ദൈവം നൽകിയിരിക്കുന്ന വിലപ്പെട്ട ഒരാത്മാവുണ്ട്. ഹല്ലേലൂയ. അതിന് നീ പ്രാധാന്യം കൊടുക്കണം. മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട് ഇന്ന് രാത്രി? ഹല്ലേലൂയ. നീ എത്ര ഒരുക്കി വെക്കുന്ന, എത്ര കാത്തു സൂക്ഷിക്കുന്ന ഈ ശരീരം ഹല്ലേലൂയ ചീഞ്ഞു പോകുന്നതാണ്, ദ്രവിച്ചു പോകുന്നതാണ്. എന്നാൽ ദൈവം നിന്റെ ഉള്ളിൽ നൽകിയിരിക്കുന്ന വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്. ഹല്ലേലൂയ. ആത്മാവ് ഇന്ന് രാത്രി ദൈവം ചോദിച്ചാൽ നീ എവിടെ ചെന്നു ചേരുമെന്ന് നിനക്ക് ഉത്തരമുണ്ടോ? എന്നാൽ ദൈവമക്കൾക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, ഞങ്ങൾ വിട്ടുപോയാൽ, ഞങ്ങളുടെ ശരീരം വിട്ടാൽ ഞങ്ങളുടെ ഉടയവന്റെ അരികിലേക്ക് പോകുമെന്ന് എത്ര ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ട്? അതവരെ തുറന്നു ശക്തിയോടെ അവരെ സ്തുതിച്ചെന്ന് ആരാധിച്ചത്. ഹല്ലേലൂയ. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മരണത്തിന് ശേഷം ഹല്ലേലൂയ വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യ ജീവിതത്തെ മൂന്നായിട്ട് തിരിക്കാറുണ്ട്. ജനനം മുതൽ മരണം വരെ, മരണം മുതൽ ഹല്ലേലൂയ പുനരുത്ഥാനം വരെ, പുനരുത്ഥാനം മുതൽ നിത്യത വരെ. ഞാൻ എന്താ പറഞ്ഞത്? ജനനം മുതൽ മരണം വരെ, മരണം മുതൽ പുനരുദ്ധാനം വരെ, പുനരുദ്ധാനം മുതൽ നിത്യത വരെ. ഹല്ലേലൂയ. പലർക്കും മരണം കൊണ്ട് തീരുമ്പോ ഈ രാത്രി തിരിച്ചറിയണം, മരണം മുതൽ പുനരുത്ഥാനം വരെ ഹല്ലേലൂയ അതിന്റെ ഇടയിൽ ഒരു സമയമുണ്ട്. മരണം മുതൽ പുനരുത്ഥാനം വരെ. പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവർക്കൊരു പുനരുത്ഥാനമുണ്ട്. ആ പുനരുത്ഥാനം എന്ന് പറയുന്നത് യേശുവിന്റെ മേഘപ്രത്യക്ഷതയിൽ സംഭവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു ഇല്ലാതെ പോകുന്നവർക്ക് അവർക്കും ഒരു പുനരുത്ഥാനമുണ്ട്. വെള്ള സിംഹാസനത്തിന് മുൻപാകെ അവരും ഉയർത്തെഴുന്നേറ്റു വരും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനം എന്നൊരു കാര്യമുണ്ട്. ഇവിടെ മരിച്ച ഏവർക്കും ഹല്ലേലൂയ പുനരുത്ഥാനമുണ്ട്. എന്ന ക്രൈസ്തവന്റെ പുനരുത്ഥാനം ഹല്ലേലൂയ വചനം എങ്ങനെയാ പറയുന്നത്? ഹല്ലേലൂയ. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടി അവിടുത്തെ ദൂതന്മാരുമായി ഇറങ്ങി വരുമ്പോ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ മറ്റു വാക്കുകളെ ചേർത്ത് പറയട്ടെ. കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങൾ എടുക്കപ്പെടും. ആ ഹല്ലേലൂയ ആ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ പുനരുദ്ധാനം വേഗം നടക്കാൻ പോവുകയാണ്. ആ മേഘപ്രത്യക്ഷത വേഗം നടക്കാൻ പോവുകയാണ്. അതിനാണ് കർത്താവ് രണ്ടാമത് വരുമെന്ന് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞത്. രണ്ടാമത് വരും. ആ രണ്ടാമത് വരുമെന്ന് രണ്ട് ആമുഖമുണ്ട്. അതാണ് മേഘപ്രത്യക്ഷത. രണ്ടാമത്തൊരു മഹത്വ പ്രത്യക്ഷത. അത് വിശദീകരിക്കാൻ എനിക്ക് രാത്രി സമയമില്ല. ദൈവത്തിന് സ്തോത്രം. എന്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരണമല്ലോ. നോക്കൂ സഹോദരങ്ങളെ, ഈ രാത്രി മരിച്ചാൽ ഹല്ലേലൂയ നമ്മൾ പോകുന്ന സ്ഥലമുണ്ട്. രണ്ട് സ്ഥലങ്ങളിലേക്ക് മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പോകുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഈ നാട്ടിലുള്ള ക്രൈസ്തവരെല്ലാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. മരിച്ചാൽ രണ്ട് സ്ഥലങ്ങളിലേക്ക് പോകും. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ രാത്രി ഞങ്ങൾ
പ്രസംഗിക്കുന്നതിന്റെ ലക്ഷ്യം ഈ രണ്ട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് അവിടെ ചെന്നിട്ടല്ല, ഇവിടെ വെച്ച് നീ എങ്ങനെ ആയിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥലം നിനക്ക് നൽകപ്പെടുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ മടങ്ങി വരാം. നമുക്ക് ആ ഒരു ചോദ്യത്തിന് പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ എന്ന് യോബിന്റെ പുസ്തകത്തിലെ ആ ചോദ്യത്തിന് കർത്താവ് കൊടുക്കുന്ന മറുപടിയുണ്ട്. ആ മറുപടിയാണ് ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, എല്ലാം വായിക്കാനുള്ള സമയം നമുക്കില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എങ്കിലും ചില വാക്യങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും എടുത്തോ. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 19 മുതൽ വായിച്ചേ. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോട് സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരിക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. രണ്ടുപേരെ കർത്താവ് പരിചയപ്പെടുത്തുക. ഇത് ഐതിഹ്യ കഥയാണോ? മുമ്പിൽ ഇങ്ങനെ ഓഡിയൻസ് നിങ്ങള് ഇരിപ്പ് കണ്ടിട്ട് കഥ പോലെ കേൾക്കുന്നത് ആണോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ കാണിക്കുന്നുണ്ടോ? വാക്യം ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. രണ്ട് വ്യക്തികളെ കർത്താവ് പരിചയപ്പെടുത്തുക. ഇത് ഉപമയല്ല, ഒരു രൂപകമല്ല, ഇതൊരു സംഭവമാണ്. മരണത്തിന് ശേഷം മനുഷ്യൻ എവിടെ പോകുമെന്നുള്ളതിന് കർത്താവ് നൽകുന്ന ഉത്തരവ്. കർത്താവ് ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. കർത്താവിന് മാത്രമേ എന്ന് ആധികാരികമായി പറയാൻ പറ്റത്തുള്ളൂ. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് കർത്താവാണ്. ഹല്ലേലൂയ. മരണത്തിന് ശേഷം പോയിട്ടുള്ളവനും കർത്താവാണ്. ഹല്ലേലൂയ. മരണത്തിന് ശേഷം പലരും അവസാനിച്ചെങ്കിൽ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റവൻ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ പറയുന്നത്. ഹല്ലേലൂയ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. അവിടെ മുമ്പിൽ നിന്ന് തന്നെ ഹല്ലേലൂയ അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ആമേൻ. ആ കർത്താവ് വീണ്ടും വരുമെന്ന് അവിടെയും ദൂതന്മാർ വിളിച്ചു പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവ് പറയുകയാണ്, ഒരുവന്റെ മരണശേഷം രണ്ടു സ്ഥലത്തിൽ എത്തിച്ചേരും. അതിനെ കർത്താവ് പേരില്ലാത്ത ഒരു ധനവാനെ കുറിച്ച് പറഞ്ഞു, പേരുള്ള ഒരു ദരിദ്രനെ കുറിച്ച് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അപ്പോ ചിലര് പറയും ധാരാളം പണമുള്ളത് കൊണ്ടായിരുന്നു ഈ ധനവാൻ നരകത്തിൽ പോയത്, മറ്റവൻ ദരിദ്രനായത് കൊണ്ട് സ്വർഗത്തിൽ പോയത്. ചില ധാരണ അങ്ങനെയാണ്. ഹല്ലേലൂയ. ധനവാനായതുകൊണ്ട് അവൻ നരകത്തിൽ പോയി, അല്ലെങ്കിൽ യാതനാ സ്ഥലത്ത് പോയി. ഹല്ലേലൂയ. ലാസർ അവൻ ദരിദ്രനായി മരിച്ചത് കൊണ്ടാണ് അവൻ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന ആശ്വാസ സ്ഥലത്ത് പോയത്. അതൊന്നുമല്ല, അയാള് അവിടെ തന്നെ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, അല്ലല്ല 30-ാം വാക്യം, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്ന് എങ്കിൽ അവർ മാനസാന്തരപ്പെടും. അപ്പോ ഈ ധനവാൻ, ഇവിടെ ധനവാന്റെ വാക്ക, എന്റെ വാക്കല്ല, ധനവാൻ പറയുകയാണ്, ഞാൻ ഇവിടെ വീഴാനുള്ള കാരണം മാനസാന്തരപ്പെടാഞ്ഞത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഈ രാത്രി കർത്താവ് പറയുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ഈ ദേശത്ത് ഇങ്ങനെ ഒരു ആലയം വന്നത് കേവലം ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്കല്ല. ഹല്ലേലൂയ. ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത് മാനസാന്തരപ്പെടണം. വരാനിരിക്കുന്ന ഒരു കോപത്തിന്റെ നാള് വരാൻ പോകുകയാണ്.
മാനസാന്തരമുണ്ടാകണം, മനസ്സിന് വ്യത്യാസമുണ്ടാകണം, ജീവിതത്തിന് ഒരു വഴിത്തിരിവുണ്ടാകണം. പാപം ചെയ്യുന്ന അവസ്ഥ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടാൻ പറയുന്നത് ഈ ഭൂമിയിലല്ലാതെ മരണത്തിനപ്പുറത്തൊരു പറച്ചിലില്ല. ഹല്ലേലൂയ. നിന്നെ നോക്കി സുവിശേഷകർ വിളിച്ചു പറയും, പാപത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു, നീ രക്ഷപ്പെട്ടോടൂ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്ന ആ വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയ. ധനവാൻ എന്ന മനുഷ്യൻ മാനസാന്തരപ്പെടാഞ്ഞത് കൊണ്ട് അവൻ ആഗ്രഹിക്കുകയാണ് തന്റെ സഹോദരന്മാർ, ഹല്ലേലൂയ, അവൻ പറയുക, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കാൻ അങ്ങ് ഹല്ലേലൂയ ലാസറിനെ ഒന്ന് അയക്കണം, അവർ മാനസാന്തരപ്പെടും. ഉടനെ അബ്രഹാം പറയുക, അവിടെ പ്രവാചകന്മാരും ന്യായപ്രമാണവും ഒക്കെ ഉണ്ടല്ലോ, മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സത്യവചനം പറയുന്ന, സത്യസുവിശേഷം പറയുന്ന ആ വചനമാണ് ഇന്ന് രാത്രി മാനസാന്തരത്തിനുള്ള ഏക ആധാരം. ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നത് അതൊരു സദ്വാർത്തയാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കുള്ള ഏക മാർഗം, അതുകൊണ്ട് ആ വചനം വിളിച്ചു പറയുന്നത് മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യനിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതുകൊണ്ടാ ലിയോ 14 പോപ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, യേശു മാത്രമാണ് മധ്യസ്ഥൻ, യേശു മാത്രമാണ് രക്ഷകൻ, യേശുവിന്റെ കൂടെ സഹരക്ഷകരില്ലെന്ന് ആ സത്യം ഹല്ലേലൂയ പോപ്പ് എന്ന പിതാവ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. എന്താ കാര്യം? രക്ഷക്കൊരുവൻ മാത്രം. ഹല്ലേലൂയ. നിത്യമായ രക്ഷയ്ക്ക്, ആത്മരക്ഷയ്ക്ക്, നിത്യ ന്യായവധിയിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന്, യാതനാസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, അത് യേശുവിന്റെ മാർഗം മാത്രമാ. ഞങ്ങൾ ഇന്ന് രാത്രി ഹല്ലേലൂയ പത്രോസിനെ പ്രസംഗിക്കുന്നില്ല, ഹല്ലേലൂയ പൗലോസിനെ പ്രസംഗിക്കുന്നില്ല, വിശുദ്ധയായ മറിയത്തെ പ്രസംഗിക്കുന്നില്ല. ഹല്ലേലൂയ ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി യാഗമായി തീർന്ന, നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കി നൽകിയ യേശുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കുമെന്നുള്ള സത്യസുവിശേഷമാണ് ഞങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. ഒന്ന് ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് കരങ്ങൾ തട്ടി രക്ഷ പ്രാപിച്ചവർ അതരങ്ങളെ തുറന്ന് കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ ഇന്ന് രാത്രി ശക്തമായി അവനെ സ്തുതിച്ചാരാധിക്കണം. ഹല്ലേലൂയ. അപ്പോ ധനവാൻ നരകത്തിൽ പോയത് ധനം കൊണ്ടല്ല, അവൻ മാനസാന്തരപ്പെട്ടില്ല, ദൈവവചനം അനുസരിച്ചില്ല, ദൈവവചനം പറഞ്ഞത് അവൻ കേട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനം പറഞ്ഞു, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയെ നിയമിച്ചിട്ടുണ്ട്. നിനക്ക് രക്ഷപ്പെടാൻ ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ മാർഗം. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ നോക്കുക, മരണശേഷം നമ്മൾ എവിടെ പോകും? എവിടെ പോകും? എവിടെ പോകും? ഞാൻ ചോദിച്ചിട്ടില്ലേ? എവിടെ പോകും? ഉറപ്പുണ്ടോ? എന്താ മോളെ? വാഴടച്ചിരുന്ന നീ ഇന്ന് രാത്രി മരിച്ചാൽ നീ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ നിനക്ക് സഹിക്കുമോ? ഇവരൊക്കെ ചിരിച്ചു കാണിക്കുക വെച്ചാൽ ഉറപ്പുണ്ടാകണം. ഈ രാത്രി നമുക്ക് ഉറപ്പുണ്ടാകും. സ്വർഗം എന്നുള്ളത് യാഥാർത്ഥ്യം. ഹല്ലേലൂയ. എൻ്റെ ഒരു അടുത്ത സ്നേഹിതന്റെ മകൻ ക്യാൻസർ ബാധിച്ചു.
11 വയസ്സേ ഉള്ളൂ. ഒരു ദിവസം ഉച്ചയ്ക്ക് അവൻ എന്നെ വിളിച്ചു, എടാ എൻ്റെ മോന് മഞ്ഞപ്പിത്തമാണ്, ഞാൻ പ്രാർത്ഥിക്കാമോ? അപ്പൊ ഞാൻ ചോദിക്കും, എവിടെ? ലേക്ക് ഷോ നിൽക്കുക, എറണാകുളത്ത് നിൽക്കുക. 4 മണിയായപ്പോൾ എന്നെ വിളിച്ചു. മുംബൈ വിളിച്ച വിളിയല്ല, ഭയങ്കര കരച്ചിൽ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയടാ? ഇവിടെ എൻ്റെ മകൻ്റെ കരളും പാൻക്രിയാസിസും ക്യാൻസർ വന്ന് 4th സ്റ്റേജായി. ഡോക്ടർ 30 ദിവസമേ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്ത് പറയാനാണ്? ഹല്ലേലൂയ. എനിക്ക് അവനും ആശ്വസിപ്പിക്കണം. ഒറ്റ മകനേ ഉള്ളൂ, ആണോ ഇല്ല പെണ്ണും ഇല്ല. ഞാൻ എന്ത് പറയാനാ? ഈ മകൻ വീട്ടിൽ കൊണ്ടുവന്നു. എനിക്ക് ചില പ്രവാചകന്മാരുടെ ദേഷ്യം വരുന്നവിടെയാണ്. അവൻ എഴുന്നേറ്റ് ഓടുന്നു, അവൻ ബൈബിൾ പിടിച്ചു നിൽക്കുന്നു എന്നൊക്കെ ഭയങ്കര പ്രവചനമൊക്കെ ചിലർ പറഞ്ഞു. എനിക്കതൊക്കെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. ഹല്ലേലൂയ. 29ാമത്തെ ദിവസം അവർ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗാർഡൻ. ആ ഗാർഡൻ്റെ മുമ്പിൽ ഇവനും അവൻ്റെ ഭാര്യയും കൂടെ കരഞ്ഞ് കൈ പിടിച്ച് ദൈവത്തിന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ മകൻ എഴുന്നേറ്റ് വന്ന് ജനലിൽ കൂടെ അമ്മയും അപ്പനെ കരയുന്നത് കണ്ടു. കരയുന്നത് കണ്ടിട്ട് അവൻ പോയി വീണ്ടും കിടന്നു. വൈകുന്നേരം ആയപ്പോൾ അവൻ അടുക്ക വന്നു. ഇത് രണ്ടും അടുക്ക വന്നപ്പം ഇവൻ ചോദിച്ചു, പപ്പായും മമ്മിയും തന്നെ കരഞ്ഞത്? ഞങ്ങൾ കരഞ്ഞില്ലെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ കരഞ്ഞു. ഉടനെ പറഞ്ഞു, എനിക്ക് വലിയ അസുഖമാണ് അല്ലേപ്പാ. മിണ്ടിയില്ല, പൊട്ടിക്കരയാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോകാത്തത്. എന്നെ എല്ലാവരും കാണാൻ വരുന്നു, പ്രാർത്ഥിക്കാൻ വരുന്നു. എനിക്ക് വലിയ അസുഖമാണ് അല്ലേ എന്ന് പറയാണ്. പപ്പായും മമ്മിയും കരയുന്നത് കണ്ട ശേഷം ഞാൻ ഇവിടെ കിടന്നു ഉറങ്ങി. പപ്പ, ഞാനൊരു സ്വപ്നം കണ്ടു. നാളെ 12 മണിയാകുമ്പോൾ ദൂതന്മാർ വരും, എന്നെ കൊണ്ടുപോകും. പപ്പ പ്രാർത്ഥിച്ച് എന്നെ വിടണം. അപ്പോഴാണ് അവർക്ക് മനസ്സിലായി. ലേക്ക് ഷോറിലെ ഡോക്ടർമാർ പറഞ്ഞത് 30 ദിവസമാണ്. അടുത്ത ദിവസം 30ാമത്തെ ദിവസം. അവരുടനെ അവിടെ സർക്കാരെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ചു വരുത്തി. അവരൊരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൃത്യം 11:45 എൻ്റെ ഈ മോൻ പറയുകയാണ്, പപ്പ ദൂതന്മാർ വന്നിട്ടുണ്ട്. ഞാനത് കാണുന്നു. വെള്ളവസ്ത്രം ധരിച്ച തേജസ്സുള്ള ആ ദൂതന്മാർ വന്നിട്ടുണ്ട്. പപ്പ എന്നെ പ്രാർത്ഥിച്ചേക്കണം. ഇവൻ കരയാൻ തുടങ്ങിയപ്പോഴും ചോദിച്ചു, പപ്പയല്ല എന്നെ പഠിപ്പിച്ചത്, സ്വർഗത്തിൽ വെച്ച് കാണാം. ഹല്ലേലൂയ. 2 കൈയിൽ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് അനിതയും ആ എൻ്റെ സ്നേഹിതനും കൂടെ ഒരൊറ്റ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: 11 വർഷം ഞങ്ങളെ വളർത്താൻ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചു, ഞങ്ങൾ തിരികെ തരണം. അങ്ങനെ പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞപ്പോൾ ഈ കുഞ്ഞെന്താ പറഞ്ഞതറിയാമോ? പപ്പ, എൻ്റെ കയ്യിൽ ദൂതന്മാര് പിടിച്ചിട്ടുണ്ട്. പപ്പായും അമ്മയും കരയരുത്, നമുക്ക് അവിടെ വെച്ച് കാണാം. ഹലോ, മരണത്തെക്കുറിച്ച് ഭയക്കുന്ന ചിലരോട് പറയട്ടെ, ഹല്ലേലൂയ, ഭക്തനായ കുഞ്ഞ് നിത്യതയുടെ തുറമുഖത്ത് കൃത്യം 12 മണിക്ക് ദൂതന്മാരുടെ അകമ്പടിയോടെ പറന്നു പോയപ്പോൾ ഈ രാത്രി നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഒരുപക്ഷെ ഈ രാത്രി മരണം നിന്നെ പിടിച്ചാൽ അപ്പുറത്ത് പോകുമെന്ന് ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്? അതരങ്ങൾ തുറന്ന് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഈ രാത്രി ധൈര്യമുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. എനിക്ക് മരണത്തെ ഭയമില്ല. മരണത്തിനപ്പുറത്തേക്ക് ഞാൻ കടന്നു പോകും. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പോകുമെന്ന് പറയാൻ എത്രക്ക് ധൈര്യമുണ്ട്? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ വേഗം ഊർജ്ജീകരിക്കട്ടെ. ഹല്ലേലൂയ. ഈ ലാസർ മരിച്ചപ്പോ ദൂതന്മാർ വന്ന് അവനെ ചേർത്തു. ദൂതന്മാർ വന്ന് അവനെ കൊണ്ടുപോയി. അവനെ അബ്രഹാമിന്റെ മടിയിൽ കൊണ്ടുവന്നു. അബ്രഹാമിന്റെ മടി എന്ന് പറയും തൽമൂദ് പ്രകാരം എന്താ, നീതിമാന്മാരുടെ ആശ്വാസ സ്ഥലം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുവരെ
പഴയ നിയമ ഭക്തന്മാർ ചെന്ന് താമസിക്കുന്ന, അവർ മരിച്ചാൽ പോയി വിശ്രമിക്കുന്ന സ്ഥലമാണ് ഈ പാതാള പറുദീസ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ ദാനിയേലിനോട് പറയുക, ദാനിയേലേ പൊയ്ക്കൊള്ളുക, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കൽ നീ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റു വരുമെന്ന് ഹല്ലേലൂയ ആ വചനം പറയുന്നുവെങ്കിൽ, ഹല്ലേലൂയ പഴയ നിയമഭക്തന്മാർ എല്ലാവരും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം വരെ ഹല്ലേലൂയ അവർ പാതാള പറുദീസയിൽ അവർ വിശ്രമത്തിലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ എന്റെ യേശു ക്രൂശിക്കപ്പെട്ട് ഹല്ലേലൂയ അവൻ മരിച്ച സമയത്ത് വചനം ഇങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു തന്റെ ക്രൂശ് മരണത്തിന് ശേഷം ഹല്ലേലൂയ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അവൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നൊരു പ്രഖ്യാപനം അവിടെ ഉള്ള പാതാള പറുദീസയിലുള്ളവരോട് പറഞ്ഞു, ഞാൻ പാപത്തെ ജയിച്ചിരിക്കുന്നു, പാപത്തെ തോൽപ്പിച്ചിരിക്കുന്നു, മരണത്തെ ജയിച്ചിരിക്കുന്നു എന്നവൻ പ്രഖ്യാപിച്ച് അവരെ കൊണ്ട് ഉയരത്തിലേക്ക് കയറി. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ക്രിസ്തുവിൽ മരിക്കുന്നവർ എവിടേക്കാ ചെല്ലുന്നത്? 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെ കുറിച്ച് പറയാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞങ്ങൾ അറിയുന്നില്ല. അവൻ അറിയാത്ത ഭാഷ കേട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി ക്രിസ്തുവിൽ മരിക്കുന്ന ആളുകൾക്ക് പോകുന്ന ഒരു സ്ഥലമുണ്ട്. കർത്താവ് പറയുന്ന പറുദീസ, ഞാൻ അവിടെ ചെല്ലുമെന്ന് ഉറപ്പുള്ളവർ അവരങ്ങളെ തുറന്ന് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശുവിനെ ആരാധിക്കാൻ ഇറങ്ങുമ്പോൾ നിനക്ക് വീട് കിട്ടും, കാറ് കിട്ടും, ഹല്ലേലൂയ, നന്മ കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ഏർപ്പാടല്ല സുവിശേഷം എന്ന് പറയുന്നത്. ഇന്നലെ കേൾക്കാനുള്ളൂ. യേശുവിനെ ആരാധിക്കാൻ വന്നോ, നിനക്ക് ജോലി കിട്ടും, ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അനുഗ്രഹിക്കാൻ 18 ലക്ഷം രൂപ നിങ്ങൾ ചോദിക്കുകയും ചെയ്യും. കാറ് വാങ്ങാനേ ഉപദേശിക്കേ 18 ലക്ഷം രൂപ വേണം. ആരെന്ന് പറയുക. ഇന്ന് രാത്രി അങ്ങനത്തെ പണത്തിന് വേണ്ടി ഇറങ്ങിയതല്ല നമ്മൾ. ഇന്ന് രാത്രി മരിച്ചാൽ ഹല്ലേലൂയ ഞാൻ പറുദീസയിൽ ചെല്ലപ്പെടും. ഉറപ്പുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. അതിനന്തരം ദൈവത്തെ സ്തുതിച്ചാണ്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ പറുദീസയിൽ എത്ര കാലം വിശ്രമിക്കുന്നു നമുക്കറിയത്തില്ല. കർത്താവ് തന്റെ അടുത്ത ആ കള്ളനോട് പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമെന്ന് പറഞ്ഞപ്പോ കർത്താവ്, നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. ഹല്ലേലൂയ, ആ കള്ളൻ അവിടെ പറുദീസയിലുണ്ട്. ഹല്ലേലൂയ, അവിടെ പൗലോസ് ഉണ്ട്. പൗലോസിനെ അടക്കിയ സ്ഥലം എവിടെയാണെന്ന് പോലും അറിയില്ല. അയാൾക്ക് നല്ലൊരു അടക്കം പോലും കിട്ടിയില്ല. പലർക്കും ഇന്ന് കല്ലറയാ വലുത്. ആ മനുഷ്യന് കല്ലറ പോലും കിട്ടിയില്ല. എവിടെ അടക്കിയെന്ന് പോലും അറിയില്ല. ഹല്ലേലൂയ, തിരക്കി ചെന്നപ്പോൾ ഒത്തിരി പേരുടെ ശരീരം തലവെട്ടി കൂട്ടിയിട്ടിരിക്കുന്നു. അതിനകത്ത് എവിടെയോ മറഞ്ഞു കിടക്കിയ മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അവൻ അവിടെ കാണും. എവിടെ? ഹല്ലേലൂയ, ആ കർത്താവ് ഒരുക്കിയ പറുദീസയിൽ അവൻ അവിടെയുണ്ട്. എന്നാൽ ഒരു ദിവസം ഹല്ലേലൂയ എന്റെ കർത്താവ് വാനമേഘങ്ങളിൽ ഇറങ്ങി വരുമ്പോ, തന്റെ ദൂത ഹല്ലേലൂയ അവിടെ ഇറങ്ങി വരുമ്പോ, നമ്മെ ചേർക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോ
രാത്രി അവിടെ കാണണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ, യേശുക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിക്കണം. രണ്ടാമത്തെ സ്ഥലമെങ്കിലും അല്പമെങ്കിലും ഒന്ന് വിശദീകരിക്കണേ. ധനവാൻ അവനെ അടക്കം കിട്ടി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാ അടക്കമാണെന്നറിയോ? ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലെ ആളുകൾക്ക് ഭയങ്കര അടക്കമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അടക്കാൻ ചെന്നു. സാപ്പാ സ്ഥലം ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. മോനി പറഞ്ഞു കൊടുക്കല്ലേ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അസംബന്ധങ്ങളുടെ അടക്കത്തിന് എന്നാ കേട്ടോ ഹരിപ്പാസ്. ഞാൻ നേരത്തെ ചെന്നു. ഇതുകൊണ്ടൊന്ന് മൊബൈൽ മോർച്ചറിൽ അച്ചാനെ വെച്ചിരിക്കുക. നോക്കിയപ്പോണ്ട് അകത്തുനിന്ന് ആളുകൾ അകമ്പടിയോടെ വരുന്നു. നല്ല തൂവെള്ള ഡ്രസ്, കറുത്ത സ്ക്രാഫ്, എന്താ മൂത്തവൻ മുതൽ ഇളയവർ വരെ ഇങ്ങനെ ലൈനായിട്ട് വരുന്നു. ഞാനിനൊന്നും എതിരില്ല. ഞാൻ നോക്കിയപ്പോണ്ട് ഈ അച്ചാന്റെ ആ ശവപ്പത്തിൽ നിറയെ മുല്ലപ്പൂ, റോസാപ്പൂ. വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഹല്ലേലൂയ. അത് മുഴുവനായിട്ട് നിറച്ചിരിക്കുക. പിന്നെ സുറിയാനി പാരമ്പര്യം വിളിച്ചു പറയാൻ തലയിലൊരു കെട്ട്. പണ്ട് ഇതൊന്നും ബന്ധുക്കോസുകാരില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ കെട്ടും ഒക്കെ കെട്ടി വെച്ചു. ഹല്ലേലൂയ. ഇദ്ദേഹത്തെ അടക്കാൻ പോയപ്പോൾ രാവിലെ എൻ്റെ ഭാര്യ ചോദിച്ചു, അച്ഛാ ഇത്രയും കാശ് മുടക്കി അച്ഛനെ എവിടെ കൊണ്ട് വെക്കുന്നേ? ഞാൻ പറഞ്ഞു, രാവിലെ ഞാൻ കണ്ടിട്ടാ വന്നേ. ദൈവത്തിന് സ്തോത്രം. ആ സെല്ലിനകത്ത് വേറെ ബോഡി ഉണ്ടായിരുന്നു. ആ ശവക്കോട്ട പണി ചെയ്യുന്ന ആൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് തള്ളി താഴോട്ടാണ്. പിന്നെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം കോരി കളഞ്ഞിട്ട് വാഴത്തുട വെച്ച് ഇങ്ങനെ പടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുഖത്ത് വെള്ളം വിരിച്ച് അതിൻ്റെ മുഖത്ത് കുറെ എന്തൊക്കെ മണം വരുന്ന ലാഭമൊക്കെ കൊണ്ട് ഒഴിച്ച് മിനുക്കി വെച്ച സ്ഥലത്തോട്ടാ ഇത്രയും കാശ് മുടക്കി അച്ചായനെ കൊണ്ടുവന്ന്. എൻ്റെ കുഞ്ഞെ, എന്തിനാ ഈ കാഴ്ച? ഹല്ലേലൂയ. ഞാൻ രഹസ്യത്തിൽ അവിടുത്തെ ഉപദേശിയോട് ചോദിച്ചു, എത്ര ലക്ഷം മുടങ്ങി? ഒരു 4-5 ലക്ഷം രൂപയെങ്കിലും മുടങ്ങി. ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ അടക്കമായിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നിയോ? നിങ്ങൾ കാശ് മുടക്കി അടയ്ക്കൂ, കുഴപ്പമില്ല. പക്ഷെ അവിടെ കാണണമെന്നില്ല. അവിടെ കാണണം. നീ എത്ര കാശ് മുടക്കി അടക്കിയാലും ഈ ശരീരം മണിക്കൂറുകൾ ചീഞ്ഞു പോകും. പക്ഷെ നീ അവിടെ കാണണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ അവിടെ കണ്ടില്ലെങ്കിൽ ഹല്ലേലൂയ, പോകുന്ന സ്ഥലം, മരിച്ചാൽ ഉടനെ രക്ഷിക്കപ്പെടാത്തവൻ പോകുന്ന സ്ഥലമാണ് യാതനാസ്ഥലം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് സബ് ജയിലാട്ടോ. സെൻട്രൽ ജയിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് എന്തറിയാവോ? കത്തുന്ന തീപ്പൊയ്ക വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോ സബ് ജയിലാണ്. ഹല്ലേലൂയ എന്ന് പറയുമ്പോ അവിടെ തന്നെ ഈ മനുഷ്യൻ പറയുകയാണ്, ഹല്ലേലൂയ, ഇത് യാതനാസ്ഥലമാണ്, കഠിന ദാഹമുള്ള സ്ഥലം. ഞാൻ വേദപുസ്തകത്തിന് വെളിയിൽ നല്ലല്ലോ പറയുന്നേ. ഹല്ലേലൂയ. വേദപുസ്തകം വായിക്കുമ്പോൾ കാണുന്നു, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ ഒന്ന് അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. എന്റെ ഈ ഭാഷയിലൊന്നും അല്ല അവൻ വിളിച്ചു പറഞ്ഞത്. അന്ന് ദൂരെ നിൽക്കുന്ന അബ്രഹാം പിതാവിനെ നോക്കി ഒറ്റ വിളിയ, അബ്രഹാം പിതാവേ, ഹല്ലേലൂയ, എന്നോട് കനിവുണ്ടാകണമേ. എടാ കുഞ്ഞേ, ഈ ഭൂമിയിൽ വച്ച് നീ അങ്ങനെ ഒന്ന് നിലവിളിച്ചിരുന്നെങ്കിൽ നീ രക്ഷപ്പെടത്തില്ലായിരുന്നോ? ഹല്ലേലൂയ. യാതനാസ്ഥലത്തും ഇങ്ങനെ ചെന്ന് ചിലർ നിലവിളിക്കും. പക്ഷെ ആ രോദനം കൈക്കൊള്ളാത്ത ദിവസമാണ്. പറയാ, അവിടെ ജ്വാലയുണ്ട്, തീക്കാലയുണ്ട്. കുഞ്ഞെ, ഹല്ലേലൂയ, വിലാപത്തിന്റെ ഇടമാണ്. ഉടനെ അബ്രഹാം പിതാവ് വിളിച്ചു പറയുക, കുഞ്ഞേ, ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, നമുക്ക് തമ്മിൽ ഒരു പിളർപ്പുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ വച്ച് കർത്താവിനെ
ഇതിന്റെ ഇടയ്ക്ക് ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട്. ആ ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുമ്പോ ഹല്ലേലൂയ, നാട്ടിലെ ആളുകളെല്ലാം കൂടെ പ്രാർത്ഥിച്ച് അവരെ ആചാരങ്ങൾ നടത്തി, അനുഷ്ഠാനങ്ങളൊക്കെ നടത്തി, അവരൊത്തിരി പ്രാർത്ഥന നടത്തുമ്പോ ഇവിടെ പോയ ക്രിസ്ത്യാനിയായ മാനസാന്തരപ്പെടാത്ത ക്രിസ്ത്യാനിയായ ദൈവം രൂപാന്തരപ്പെടുത്തി അവനെ സ്വർഗത്തിലോട്ട് വിടുമെന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്. കുഞ്ഞേ, അത് തെറ്റായ ഉപദേശമാണ്. ഹല്ലേലൂയ, ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, മാനസാന്തരപ്പെടാത്ത, സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാത്ത ഒരൊറ്റ വ്യക്തിയും ഹല്ലേലൂയ നിത്യമായി കാണില്ല. ആളുകൾ പറയും ഞങ്ങള് പറയുന്നത് ഭയങ്കര കട്ടിയാണ്. സഹോദരങ്ങളെ, ഇപ്പൊ കട്ടിയായിട്ട് പറഞ്ഞില്ലെങ്കിൽ നീ രക്ഷപ്പെടത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതാ യാഥാർത്ഥ്യം. ഹല്ലേലൂയ. ഇടയ്ക്കൊരു സ്ഥലമില്ല. ഇവിടുത്തെ പ്രാർത്ഥനകൾ കൊണ്ടോ ചൊല്ലുകൾ കൊണ്ടോ ആരൊക്കെ പ്രാർത്ഥിച്ചാലും, ആരൊക്കെ വന്ന് പ്രാർത്ഥിച്ചാലും ഒരുവനും ഹല്ലേലൂയ അവിടെ ചെല്ലാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മാർഗം എന്തെന്നറിയാമോ? ഹല്ലേലൂയ, ആ കാൽവരി ക്രൂശിലേക്ക് ഒന്ന് നോക്കിയാണ്. യേശു ഒരുക്കിയ പദ്ധതി ഏതാ? ഞാൻ നിങ്ങളെ ആ ഗത്സമന തോട്ടത്തിലോട്ടൊന്ന് കൊണ്ടുപോവുക. എന്റെ കൂടെയുള്ള ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഗത്സമന തോട്ടത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ കർത്താവ് കമിഴ്ന്ന് കിടക്കുന്നത് കാണണം. കമിഴ്ന്ന് കിടക്കുന്ന കർത്താവിനെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾക്ക് പകരം രക്തത്തുള്ളികൾ പുറത്തു വരണേ. ഞാൻ എൻ്റെ യേശുവിനെ അരികിൽ ചെന്നു. ഞാൻ അവനോട് ചോദിച്ചു, യേശുവേ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾക്ക് പകരം രക്തത്തുള്ളികൾ എന്താ വരുന്നേ? കർത്താവ് തിരിച്ചു പറഞ്ഞു, എൻ്റെ കാർത്തികരിൽ കുഴലുകൾ പൊട്ടിപ്പോയി. ശക്തമായ രക്തസമ്മർദ്ദം ഉണ്ടായപ്പോൾ, ഹൈ പ്രഷർ ഉണ്ടായപ്പോൾ ശരീരത്തിലെ രക്തക്കുഴലുകൾ പൊട്ടിപ്പോയി. ഹലോ, യേശു വഹിച്ച ഭാരം എന്താ? കുഞ്ഞേ? നിന്റെ പാപത്തിന്റെ ഭാരം, നിന്റെ പാപത്തിന്റെ ഭാരം അവിടുന്ന് ചുമന്നപ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാണ്. ഹല്ലേലൂയ. ഭാരം വന്നപ്പോഴില്ലേ ചിലർ ആത്മഹത്യ ചെയ്തത്? എന്നാൽ ഇന്ന് രാത്രി സകല മാനവരാശിയുടെയും പാപത്തിന്റെ ഭാരം എന്റെ യേശു ചുമന്നപ്പോൾ അവന്റെ ശരീരത്തിലെ രക്തധമനികൾ പൊട്ടിപ്പോയി. കേൾക്കണോ? അന്നകലെ നിന്ന് ആളുകൾ ആക്രോശിച്ചടുത്തടുത്ത് വരികയും ഒരുവൻ ഓടിച്ചെന്ന് അവനെ ചുംബിച്ചു. ആ ചുംബനം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. അവന്റെ കൈകളിൽ ചങ്ങലകളും കയറുകളും വീണു. അവനെ ബന്ധസ്ഥനാക്കി അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടോ? അന്ന് രാത്രി മതകോടതിക്ക് ചെന്ന ശേഷം അവന്റെ കണ്ണെത്താഞ്ഞടിച്ചു. റോമം നാമയങ്ങൾ കൊണ്ട് അവന്റെ മുഖത്തെ ആ രോമം പിഴുതെടുത്തു. കുഞ്ഞെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. തലയിലെ തലമുടി ഒന്ന് വലിച്ചാൽ എത്ര വേദനയാണ്. എന്നാൽ എൻ്റെ യേശുവിൻ്റെ മുഖത്തെ ആ രോമങ്ങൾ പിഴുതെടുത്തപ്പോൾ അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. മീഖാപ്രവചനം പറയുന്നത് പോലെ അഭിഷക്തന്റെ മുഖത്ത് കോലുകൊണ്ടടിച്ചപ്പോൾ അവന്റെ മുഖം വികൃതമായി പോയി. മുഖം മുഴുവനും നീര് വെച്ച് വീർത്തവനായി, വികൃത രൂപനായി എൻ്റെ യേശു നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ടോ? ഹല്ലേലൂയ. അവർക്ക് മരണശിക്ഷ വിധിക്കാൻ കഴിയാത്തത് കൊണ്ട് അവനെ പീലാത്തോസിന്റെ അരികിൽ അയച്ചു. പീലാത്തോസ് ഹെരോദാവിന്റെ അരികിൽ അയച്ചു. അവർക്കാർക്കും അവന്റെ പാപത്തെ അവന്റെ മേലുള്ള കുറ്റത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാതിരുന്നു. എങ്കിലും യഹൂദന്മാർക്ക് വേണ്ടി അവന്റെ തലയിൽ
കിരീടം അടിച്ചു കയറ്റി. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗകൻ പറയുന്നത് കേട്ടു. 4 ഇഞ്ച് നീളമുള്ള ആ മുള്ള അടിച്ചു കയറ്റിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ ഒരു മുള്ള ഒരു കണ്ണിനകത്തോട് ഇറങ്ങി വന്നിട്ട് കണ്ണ് വെളിയിലേക്ക് തള്ളിപ്പോയി എന്ന് അദ്ദേഹം വായിച്ചൊരു പുസ്തകത്തിൽ കണ്ടു എന്ന് അദ്ദേഹം പറയാനിടയായി. ഹല്ലേലൂയ. എനിക്കറിയില്ല, പക്ഷേ ഒരു കട്ടാരമുള്ള ഒരു ചെറിയ കൈതമുള്ള ശരീരത്ത് കൊണ്ടു കയറിയാൽ നമ്മൾ അനുഭവിക്കുന്ന വേദനയാണെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ തലയിലേക്ക് ആ വലിയ മുള്ളടിച്ചു കയറ്റിയപ്പോഴുണ്ടായ വേദന എത്ര വലുതാണ്. ഹല്ലേലൂയ. അവനെ പോലെ വളച്ചു നിർത്തി അവന്റെ ശരീരത്തിലേക്ക് ഭാരമുള്ള ചാട്ടവാർ കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചൂണ്ടകളും കൊളുത്തുകളും എല്ലും കഷ്ണങ്ങളുമുള്ള ആ ചാട്ടവാർ കൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ എൻ്റെ യേശുവിന്റെ ശരീരത്തിലേക്ക് ചുറ്റിയിട്ട് മാംസം പറഞ്ഞു പോയത് ആർക്കു വേണ്ടിയാണ്? ഇന്ന് രാത്രി അപ്പാ പിതാവേ എന്ന് വിളിച്ച് ആരാധിക്കുന്ന നിന്റെ കുടുംബ ശ്രേഷ്ഠത കൊണ്ടല്ല ഈ രക്ഷ നീ പ്രാപിച്ചത്. നിനക്ക് വേണ്ടി ഒരിക്കൽ ഒരുവൻ തകർക്കപ്പെട്ടത് കൊണ്ട് അത് വിശ്വസിക്കുന്നവർ അതരങ്ങ് തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്, ദൈവത്തെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ക്രൂശ് പറയുമ്പോ നിസ്സംഗതയോട് ഇരിക്കരുത്. ക്രൂശ് പറയുമ്പോ എന്റെ യേശുവിനെ സ്തുതിച്ചു തുടങ്ങണം. എന്താ കാര്യമെന്നറിയാമോ? നിന്റെ പണമല്ല, നിന്റെ കുടുംബ ശ്രേഷ്ഠതയല്ല നിന്നെ രക്ഷിച്ചത്. യേശു തകർക്കപ്പെട്ടതുകൊണ്ട് ഈ രാത്രി അവനെ സ്തുതിക്കാനിടയാണ്. അവന്റെ മേൽ ഭാരമുള്ള കുരിശെടുത്ത് അവന്റെ തോളത്ത് വെച്ചു. വീണു എഴുന്നേറ്റും പോകുന്നവനെ കണ്ട് അവനെ സഹായിക്കാൻ കുറേനക്കാരൻ ശിവനെ വിളിച്ചു. അവനെ കുരിശിച്ചു വന്നു. ഞാനിങ്ങനെ പറയാറുണ്ട്. അവനെ വീട്ടിൽ ചെന്നപ്പോൾ അലക്സാണ്ടർ ഡൂബോസ് ചോദിച്ചു, എന്താ അപ്പ ഈ ശരീരത്തിൽ രക്തം? അവൻ പറഞ്ഞു കാണും, നിഷ്കളങ്കന്റെ രക്തമായി എന്റെ മേൽ വീണിരിക്കുന്നു. മറന്നോ കർത്താവ്? അവനെ മറന്നില്ല. അവനെ ക്രിസ്തുവിൽ പ്രശസ്തനാക്കി. എന്നെ പ്രശസ്തനാക്കിയത്, എന്നെ മാനിച്ചത് കർത്താവാണെന്ന് ഉറപ്പുള്ളത് എത്ര പേരുണ്ട്? എന്നെ ഈ മാന്യതയിലേക്ക് ഉയർത്തിയത് കർത്താവാണ്, മറ്റാരുമല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആ ഗോൽഗോഥയിലേക്ക് കുരിശ് കൊണ്ടിട്ടിട്ട് ആഞ്ഞു തള്ളി. ആ കുരിശിന്റെ മേൽ അവൻ വീണു. അവന്റെ കൈകളിലേക്ക് ആണി അടിച്ചു കയറ്റി. ഞാൻ വായിച്ച പുസ്തകത്തിനകത്ത് കൈപ്പത്തിക്കല്ല ആണി അടിച്ചു കയറ്റിയത്, ഈ കൈത്തണ്ടിനകത്തേക്ക്. ഹല്ലേലൂയ. ഈ ഞരമ്പ് ബ്ലോക്ക് ചെയ്ത് കൈത്തണ്ടിനിടയ്ക്കുള്ള അസ്ഥിക്കകത്തേക്ക് എൻ്റെ യേശുവിൻ്റെ ശരീരം ആണി അടിച്ചു. ആണി അടിച്ചിട്ട് എന്ത് ചെയ്യുമോ? മറ്റേ ദ്വാരത്തിലേക്ക് പോകാൻ കൈ ചെല്ലത്തില്ല. കൈ ചെല്ലാതിരിക്കുമ്പോൾ ഈ കൈയുടെ ഭാഗത്ത് അവരുടെ കയറ് കെട്ടി വലിക്കും. നിങ്ങൾ നോക്കണം, ഈ ആണി അടിച്ചു കിടക്കുന്ന ഈ ആണിയിലാണ് ഇത് വലിഞ്ഞു കിടക്കുന്നത്. വലിച്ചു കൊണ്ടുവന്നും ആ ദ്വാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ഞരമ്പുകളും അസ്ഥികളും ഒക്കെ വലിയും. എന്നിട്ട് കാലുകൾ തളർത്തിയിട്ട് ഒരു കാലിന്മേൽ ആണി അടിച്ച് രണ്ട് കാലുകളിന്മേൽ ആണി അടിച്ച് ഇങ്ങ് തൂങ്ങിക്കിടക്കുന്നവൻ ശ്വാസം എടുക്കണമെങ്കിൽ ഈ കൈത്തൊണ്ട വലിച്ചു വേണം ശ്വാസം എടുക്കാൻ. അവന് ശ്വാസം എടുക്കുമ്പോൾ അകത്തുള്ള ആന്തരിക അവയവങ്ങൾ തകർന്നു പോകും. അത്ര കഠിനമായ വേദന സഹിച്ചത് എന്തിനാണെന്നറിയാമോ? ഈ നിത്യ ന്യായവിധിയിൽ നിന്ന് മനുഷ്യ നിന്നെ രക്ഷിക്കാനാണ്. ഈ നിത്യ ന്യായവിധിയിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാണ് എന്റെ യേശു തകർക്കപ്പെട്ടത്. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച എല്ലാ കണ്ണുകളും അടച്ച് അതരങ്ങൾ പൂട്ടി വെക്കരുത്. രാത്രി യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുന്നവർ അതരങ്ങൾ തുറന്നു സ്തുതിക്കുന്നത്. യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം, യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുന്നവർ ഒന്ന് അതരങ്ങൾ തുറന്ന് അവനെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഓ ഹല്ലേലൂയ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയിൽ നിയമിച്ചിരിക്കുമ്പോൾ
നിത്യ ന്യായവതിയായ ആ പാപത്തിന്റെ ഫലമായ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരേ ഒരു മാർഗമാണ്. അത് യേശു കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമായി മാറിയത്. ആ യേശുവിനെ മെഴുകുതിരിക്കാലുകൾ വേണ്ട, നാണയത്തുട്ടുകൾ വേണ്ട, നിന്റെ പുഷ്പങ്ങൾ വേണ്ട, നിന്റെ അർപ്പണങ്ങളോ തർപ്പണങ്ങളോ വേണ്ട. ഇന്ന് രാത്രി ഹൃദയം മുറുങ്ങി ആരെങ്കിലും യേശുവിനെ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഞാൻ അവരോട് പറയുന്നു, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ. ഒന്നതരങ്ങൾ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ അതരങ്ങളെ തുറക്കട്ടെ, അതരങ്ങളെ തുറക്കട്ടെ, അതരങ്ങളെ തുറക്കട്ടെ. യേശുവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ, യേശുവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. ഒരുപക്ഷെ മരണം നിന്നെ പിടിച്ച നിന്റെ നിത്യത എവിടെയാണ്? ആ നിത്യതയ്ക്ക് പോകുവാൻ നിനക്ക് ഹല്ലേലൂയ ആ നിത്യതയെ കുറിച്ച് ഒരു ഉറപ്പില്ല എങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഞങ്ങളെ രക്ഷിച്ചൊരു യേശുവുണ്ട്. ആ യേശുവിന് ഹൃദയം കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേരും ജീവപുസ്തകത്തിൽ എഴുതും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കി തള്ളിയിടും. കുഞ്ഞേ, ഞങ്ങൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഈ കർത്താവിന് ഹൃദയം കൊടുക്കാൻ കഴിയുമോ? ഈ ഹോളിനകത്ത് ഇതുവരെ കർത്താവിന് ഹൃദയം കൊടുക്കാത്ത ആളുകളെ കേൾക്കുന്നുവെങ്കിൽ കണ്ണുകളച്ചൊരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവിന് ഹൃദയം കൊടുക്കാൻ ആരെങ്കിലും ഈ ഹോളിലുണ്ടെങ്കിൽ അവന്റെ വലതുകരം ഉയർത്തിപ്പിടിച്ചേട്ടെ. ഇതുവരെ കർത്താവ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രക്ഷിതാവിനെ രക്ഷിതാവിനെ കാന്തവാമി, നിന്റെ പേർക്കല്ലയോ ക്രൂശിനെ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിനെ തൂങ്ങുന്നു. കാൽവരി ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് നീ മാറണമേ. കർത്താവിനത് പോയാൽ നീ നിത്യമായൊരു നരകത്തിന് വീഴുന്നേ. അതിൽ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, അത് യേശു ക്രിസ്തു ഒരുക്കിയ മാർഗം. ആ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. യേശുവേ, എന്റെ ഭവനത്തിലേക്കൊന്ന് വരണമേ, എന്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ എന്ന് ആര് പ്രാർത്ഥിച്ചാലും ഇന്ന് രാത്രി വിടുതൽ വ്യാപരിക്കുക തന്നെ ചെയ്യുക.
ഹല്ലേലൂയ എന്ന വാക്കോട് ചുരുക്കാൻ പോവുകയാണ്. ആ കർത്താവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? കരങ്ങൾ തട്ടി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാൻ പറ്റുമോ? ഈ രാത്രി കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. കർത്താവ് ആ യേശുവിന്റെ രക്തം ഇന്ന് രാത്രി നമ്മളെ കഴുകിയതുപോലെ അവന്റെ അടിപ്പിണരുകളാ ഈ രാത്രി എന്റെ കർത്താവിനെ സൗഖ്യമാക്കുന്നു. ഉറപ്പുള്ളവർ അല്പസമയം കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിക്കട്ടെ. ശക്തമായി 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 ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. Amen.